നമസ്കാരം. ഭൗതികശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിലബസ് ഭാഗമാണ് ബലം എന്നറിയപ്പെടുന്നത്. ആ ബലവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പല പരീക്ഷകൾക്കും ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ബലം. അതിനാൽ തന്നെ ഈ ക്ലാസ് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഞാൻ ഷൈജിൻ. ഏവർക്കും ആസ്ഥ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ബലം അഥവാ ഫോഴ്സ്. എന്താണ് ബലം എന്നാൽ? ബലം എന്നാൽ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന തള്ള് അല്ലെങ്കിൽ വലിവ്, ഒരു പുഷ് അല്ലെങ്കിൽ പുൾ, അതിന് വിളിക്കുന്ന പേരാണ് ബലം എന്നറിയപ്പെടുന്നത്. ഈ ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഓരോ പോയിന്റും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത്. ന്യൂട്ടൺ എന്നത് ബലത്തിന്റെ SI സിസ്റ്റത്തിലെ, അതായത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന SI സിസ്റ്റത്തിലെ ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത്. എങ്കിൽ CGS സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, CGS സിസ്റ്റത്തിൽ ബലത്തിന്റെ യൂണിറ്റ് ആണ് ഡൈൻ എന്നറിയപ്പെടുന്നത്. ബലത്തിന്റെ യൂണിറ്റ് ഡൈൻ. CGS സിസ്റ്റത്തിലെ ബലത്തിന്റെ യൂണിറ്റ് ആണ് ഡൈൻ. എന്നാൽ SI സിസ്റ്റത്തിൽ ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഒരു ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് 10⁵ ഡൈനിന് തുല്യമാണ്. ഒന്ന് ഓർത്ത് വെക്കണേ. ഒരു ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് 10⁵ ഡൈനിന് ഈക്വൽ ആണ്. അപ്പൊ ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. ഓർത്തിരിക്കാലോ. CGS സിസ്റ്റത്തിലെ ബലത്തിന്റെ യൂണിറ്റ് ആണ് ഡൈൻ. ഇനി നമ്മൾ രണ്ടാം ചലന നിയമം പഠിച്ച സമയത്ത് അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്തൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, F = ma. ഫോഴ്സ് F, ബലം സമം മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഒരു വസ്തുവിന്റെ പിണ്ഡത്തിനെ അതിന്റെ ത്വരണം കൊണ്ട് ഗുണിച്ചാൽ ബലം കിട്ടും, ഫോഴ്സ് കിട്ടും. ഫോഴ്സ് F = ma എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ബലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് F = ma. ഇനി ബലത്തിന്റെ യൂണിറ്റ് നമ്മൾ ന്യൂട്ടൺ പഠിച്ചല്ലോ. ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അതുപോലെ ഇക്വേഷനിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്ന ബലത്തിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതെങ്ങനെയാ കിട്ടിയേ? F = ma പഠിച്ചല്ലോ. M എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ മാസ് അല്ലേ, പിണ്ഡമല്ലേ. മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. രണ്ടാമത്തേത് A എന്താണ്? ആക്സിലറേഷൻ, ത്വരണം എന്നറിയപ്പെടുന്നു. ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി രണ്ടും ചേർത്ത് പറഞ്ഞാൽ MA, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. രണ്ടും ഒന്ന് തന്നെയാണ്, ന്യൂട്ടൺ തന്നെയാണ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. രണ്ട് രീതിയിൽ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ന്യൂട്ടൺ ആണ് SI സിസ്റ്റത്തിലെ ബലത്തിന്റെ യൂണിറ്റ്. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് വരാം. പ്രപഞ്ചത്തിൽ പ്രധാനമായും 4 തരം ബലങ്ങളാണുള്ളത്. ഈ 4 ബലങ്ങളിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബലം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലം ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ബലമാണെങ്കിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബലമാണ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത്, എന്നാൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അത് പ്രപഞ്ചത്തിന്റെ കാര്യമാണ് പറയുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ്. അതുപോലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഭൂഗുരുത്വാകർഷണ ബലവുമാണ്. ഇനി നമുക്ക് പലതരം ബലങ്ങളിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു പ്രധാനമായി 4 ബലങ്ങളാണുള്ളത്. അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലതരം ചെറിയ ബലങ്ങളൊക്കെ ഉണ്ട്. അതിലൊരെണ്ണമാണ് കാന്തിക ബലം എന്നറിയപ്പെടുന്നത്. SCERT പുസ്തകത്തിലൊക്കെ ഉണ്ട് കാന്തിക ബലം. കാന്തിക ബലം എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ടല്ലോ, മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഒരു കാന്തം പ്രകടിപ്പിക്കുന്ന ബലമാണ് കാന്തിക ബലം. കാന്തം അറിയാലോ, ഒരു കാന്തത്തിലേക്ക് ഇരുമ്പാണി കൊണ്ടുവന്നാൽ ചാടി അത് പിടിക്കുന്നു, അത് ആകർഷണ ബലമാണ്. അപ്പൊ കാന്തിക ബലം ഒരു ബലമാണ്. അതുപോലെ പേശിക ബലം, മസ്കുലാർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത് പേശിക ബലം. പേശികൾ, നമ്മൾ മനുഷ്യനും ജന്തുക്കളും അടക്കമുള്ള ജീവജാലങ്ങൾ പ്രവൃത്തി ചെയ്യാൻ ഊർജ്ജം ആവശ്യമുണ്ട്. ആ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നു. അത് പേശികൾ, മസിൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ ആ ബലം നമ്മൾ പ്രയോഗിക്കുന്നത് നമ്മുടെ പേശികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ പേശികൾ ഉപയോഗിച്ചുള്ള ആ ബലത്തിന് വിളിക്കുന്ന പേരാണ് പേശിക ബലം, മസ്കുലാർ ഫോഴ്സ് എന്നറിയപ്പെടുന്നത്. ഇനി മറ്റൊരു ഫോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ആവേഗ ബലം അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആവേഗ ബലം അഥവാ ഇമ്പൾസീവ് ഫോഴ്സ്. എന്താണ് ആവേഗം എന്ന് പറഞ്ഞാൽ? ആവേഗം എന്നാൽ എ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. ഒരു വലിയ ബലം ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ആവേഗ ബലം എന്നറിയപ്പെടുന്നത്. ഒരു മരത്തിൽ ഒരു ആണി അടിച്ചു കയറ്റുന്നു. ആണി വെച്ചിട്ട് ചുറ്റിക കൊണ്ട് നമ്മൾ അടിക്കുകയാണ്. ചുറ്റികയിൽ നിന്ന് വലിയൊരു ഫോഴ്സ് ആ ആണിയിൽ ഒരു ചെറിയ സമയം കൊണ്ട് വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ആണി മരത്തിൽ തുളഞ്ഞു കയറുന്നു.
ക്ലിയർ അല്ലേ? അപ്പോൾ വലിയൊരു ഫോഴ്സ് ഒരു കുറഞ്ഞ സമയത്തിൽ ആക്ട് ചെയ്യുമ്പോഴാണ് അതിൽ ബലം പ്രയോഗിച്ച് പെട്ടെന്ന് തുളഞ്ഞു കയറാൻ സഹായിച്ചത്. ക്ലിയർ അല്ലേ? ഈ ആവേഗം ഫോഴ്സ് ഇൻറ്റു സമയം, ബലത്തിനെ സമയം കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് ആവേഗ ബലം. ആവേഗ ബലം അഥവാ ഇമ്പൾസീവ് ഫോഴ്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് ഫോഴ്സ് ഇൻറ്റു ടൈം. എത്ര ചെറിയ സമയത്തിലാണോ ആ വലിയ ഫോഴ്സ് ആക്ട് ചെയ്തത് അത് തമ്മിലുള്ള ഗുണനഫലമാണ് ആവേഗ ബലം എന്നറിയപ്പെടുന്നത്. ഇനി ആ ഇക്വേഷനിൽ നിന്ന് ആവേഗ ബലത്തിന്റെ അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്ക് കണ്ടെത്താലോ. നമ്മൾ പറഞ്ഞു ഫോഴ്സിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ്. എഫിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഫോഴ്സിന്റെ യൂണിറ്റ് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ യൂണിറ്റ് എന്തായി? ആവേഗ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്, ന്യൂട്ടൺ സെക്കൻഡ്. ഈ യൂണിറ്റുകളൊക്കെ പഠിച്ചു വെക്കണേ, പരീക്ഷകൾക്ക് യൂണിറ്റുകളും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആവേഗ ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ സെക്കൻഡ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം, ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലം ചെറുപ്പം മുതലേ പഠിച്ചല്ലേ. ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ ആണ് ഗുരുത്വാകർഷണ ബലം കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ അദ്ദേഹം ചിന്തിച്ചു എന്തുകൊണ്ട് വശങ്ങളിലേക്ക് പോകുന്നില്ല, മുകളിലേക്ക് പോകുന്നില്ല. അതിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലം എന്നറിയപ്പെടുന്നത് ഓർത്ത് വെക്കണം. ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. അദ്ദേഹം പറയുന്നു ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ക്ലിയർ ആണല്ലോ? ആ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നത് ഒരു നിശ്ചിത ബലത്തിലാണ്. എന്താണ് ഭാരം എന്ന് പറഞ്ഞാൽ? ഭാരം എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാസ്, ഒരു വസ്തുവിന്റെ പിണ്ഡത്തിനെ ഭൂഗുരുത്വ ത്വരണം കൊണ്ട് ഗുണിച്ചാലാണ് ഭാരമാകുക. ഒരു വസ്തുവിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന്റെ പിണ്ഡത്തിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വം മൂലമുള്ള ത്വരണം കൊണ്ട് ഗുണിച്ചാൽ ഭാരമായി. ഭൂഗുരുത്വം മൂലമുള്ള ത്വരണം, അതിനെ ജി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ജി സ്മോൾ ലെറ്റർ ജി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആ ജിയുടെ വില, ഭൂഗുരുത്വം മൂലമുള്ള ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ ജിയുടെ വില, വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ജിയുടെ വില ഓർത്ത് വെക്കണം, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇപ്പൊ ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ഭൂഗുരുത്വം മൂലമുള്ള ത്വരണമാണ്. ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വിലയാണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് വെച്ചുകൊണ്ട് ഒരു വസ്തുവിന്റെ ഭാരം നമുക്ക് കണക്കാക്കാം. ഭാരം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ പിണ്ഡത്തിനെ, ആ വസ്തുവിന്റെ മാസിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ ജി കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. ഇപ്പൊ ഭാരം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇനി മറ്റൊരു കാര്യം, ഈ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെയാണോ ഒരു വസ്തുവിന്റെ ഭാരം അനുഭവപ്പെടുന്നത്? ഒരു വസ്തുവിന്റെ ഭാരം ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു വസ്തുവിന്റെ ഭാരം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്. ധ്രുവ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ ഭാരം ഏറ്റവും കുറവ് കാണപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭാരം കുറവാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ഭാരം, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം ഭൂമുഖത്ത് അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോളുകളിലാണ്, ധ്രുവ പ്രദേശങ്ങളിലാണ്. അതേസമയത്ത് ഏറ്റവും ഭാരം കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ഇനി മറ്റൊരു കാര്യം, ഭൂമിയുടെ ഉള്ളിലേക്ക്, അതായത് ഭൂമിയുടെ നടുക്ക്, ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് പോയാൽ അവിടെ ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ഉത്തരം എഴുതിക്കുക. ഭൂകേന്ദ്രത്തിലെ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഭൂകേന്ദ്രത്തിലെ വസ്തുവിന്റെ ഭാരം 0ആണ്. അവിടെ വസ്തുവിന് ഭാരമില്ല. അപ്പോൾ വസ്തുവിന്റെ ഭാരം 3 സ്ഥലങ്ങളിലും ഓർത്തിരിക്കണം. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പോളുകളിലാണ്, ധ്രുവ പ്രദേശങ്ങളിലാണ്. ഏറ്റവും കുറവ് കാണപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ഇനി വസ്തുവിന് തീരെ ഭാരം ഉണ്ടാകില്ല എവിടെയാണെങ്കിൽ അത് ഭൂകേന്ദ്രത്തിലാണെങ്കിൽ. ഇനി സർഫസിലിരിക്കുന്ന, നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിലിരിക്കുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഭാരം കുറഞ്ഞു വരും. ഭൂമിയുടെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഭാരം കുറഞ്ഞു വരും. അതേപോലെ ഭൂകേന്ദ്രത്തിലേക്ക് താഴേക്ക് പോകുന്നതനുസരിച്ചും ഭാരം കുറഞ്ഞു വരും. അപ്പൊ അതും ഒന്ന് ഓർത്തിരിക്കുക. ഇതേ സമയത്ത് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചന്ദ്രനിൽ, ഇപ്പൊ ഭൂമിയിൽ ഒരാൾക്ക് 60 കിലോഗ്രാം ഭാരമുണ്ടെങ്കിൽ ഈ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ ചന്ദ്രനിൽ ചെന്ന് കഴിഞ്ഞാൽ, ചന്ദ്രൻ നമ്മുടെ ഭൂമിയുടെ ഒരേ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് അല്ലേ, ആ ചന്ദ്രനിൽ ഭാരം വളരെ കുറവായിരിക്കും. അത് എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്യണം. ചന്ദ്രനിൽ ഭൂമിയിലുള്ളതിന്റെ 1/6 ഭാഗം മാത്രമേ ഭാരമുണ്ടാകൂ. അതായത് ഇവിടെ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞാൽ വെറും 10 കിലോഗ്രാമേ ഭാരമുണ്ടാകൂ. അതായത് ഭൂമിയിലെ ഭാരത്തിന്റെ 1/6 ഭാഗം മാത്രമേ
ചന്ദ്രനിൽ അദ്ദേഹത്തിന് ഭാരമുണ്ടാവുകയുള്ളൂ. ക്ലിയർ ആയല്ലോ? ഓർത്ത് വെക്കാലോ. രണ്ടു തരം ബലങ്ങളുണ്ട്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, മറ്റൊന്ന് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഒന്ന് ഗ്രാവിറ്റേഷനും ഒന്ന് ഗ്രാവിറ്റിയുമാണ്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ്. ഗ്രാവിറ്റിയാണ് സ്മോൾ ലെറ്റർ ജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാവിറ്റി അത് 9.8 എന്നാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷണ ബലമുണ്ട്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും തമ്മിൽ പരസ്പര ആകർഷണമുണ്ട്. ആ ആകർഷണത്തിനെ പറയുന്ന പേരാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഭൂഗുരുത്വാകർഷണ ബലം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നറിയപ്പെടുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയുന്നത് നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിലുള്ള രണ്ട് വസ്തുക്കൾ ഏതും ആയിക്കോട്ടെ, രണ്ടെന്നല്ല, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്നുണ്ട്. അതിൽ രണ്ട് വസ്തുക്കളെ മാത്രം നമുക്ക് എടുക്കാം. ആ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം എത്രയാണെന്ന് പറയുന്നുണ്ട്. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് വസ്തുക്കളുടെ പിണ്ഡങ്ങളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലാണ്. അപ്പൊ പ്രപഞ്ചത്തിലുള്ള രണ്ട് വസ്തുക്കളുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലാണ് അവർ തമ്മിലുള്ള ബലം. ഓർത്തിരിക്കാലോ. ഒപ്പം പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ ബലം ഈ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീതാനുപാതത്തിലുമായിരിക്കും. ഈ രണ്ട് കാര്യം ഓർത്തിരിക്കാം. പ്രപഞ്ചത്തിലുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം എത്രയാണെന്ന് ചോദിച്ചാൽ ആ ബലം എന്ന് പറയുന്നത് ആ രണ്ട് വസ്തുക്കളുടെ പിണ്ഡങ്ങളുടെ അല്ലെങ്കിൽ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും ഒപ്പം ആ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീതാനുപാതത്തിലുമായിരിക്കും. അതിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ ആണ് F സമം G ഇൻറ്റു M1 M2 ബൈ ഡി സ്ക്വയർ. F സമം G M1 M2 ബൈ ഡി സ്ക്വയർ. പറഞ്ഞു M1 എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ മാസ്, M2 രണ്ടാമത്തെ അവർ തമ്മിലുള്ള ആകർഷണ ബലമുള്ള രണ്ടാമത്തെ വസ്തുവിന്റെ മാസ് M1 M2 ബൈ ഡി സ്ക്വയർ. എന്താ ഈ ഡി എന്ന് പറയുന്നത്? ആ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം, അതിന്റെ വർഗം ഡി സ്ക്വയർ. ഇനി എന്താണ് ജി എന്നറിയപ്പെടുന്നത്? ജി എന്നറിയപ്പെടുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നറിയപ്പെടുന്നത്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഭൂഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന പേരിൽ അറിയപ്പെടുന്നു. ജി എന്നറിയപ്പെടുന്നത് ഭൂഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്നറിയപ്പെടുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. ഫോഴ്സ് F is equal to G M1 M2 by d square. ആ ഇക്വേഷൻ മറന്നു പോകേണ്ട, ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഓർത്ത് വെക്കുക. F സമം G M1 M2 by d square. ഇപ്പൊ ഒരു ചോദ്യം ഇങ്ങനെ വരാം. 10 കിലോഗ്രാം 20 കിലോഗ്രാം തുടങ്ങിയ മാസുകളുള്ള രണ്ട് വസ്തുക്കൾ 5 മീറ്റർ അകലത്തിലിരിക്കുന്നുവെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ്, ബലം, ഭൂഗുരുത്വാകർഷണ ബലം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കാം. 10, 20 രണ്ട് മാസുകൾ, അവർ തമ്മിലുള്ള അകലം 5 മീറ്റർ ആണെന്ന് കരുതാം. അപ്പൊ ആ വിലകൾ നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒന്നാമത്തെ മാസ് 10, രണ്ടാമത്തെ മാസ് 20. അപ്പൊ 10 ഗുണം 20 ബൈ അകലം എത്രയാ പറഞ്ഞത്? 5 മീറ്റർ ആണ്. അപ്പൊ 5 മീറ്റർ എന്നുള്ളത് 5 ഇവിടെ കൊടുക്കുക, അതിന്റെ സ്ക്വയർ ചെയ്യാം. അപ്പൊ M1 M2 10 ഗുണം 20 ബൈ ഡി സ്ക്വയർ, 5ന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. എന്നിട്ടോ ജി കൊണ്ട് ഗുണിക്കുക. ജിയുടെ വില അപ്പോൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ഗുണിക്കണമെങ്കിൽ ആ ഭൂഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വിലയും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ജിയുടെ വില നമ്മൾ പറഞ്ഞു, ഗ്രാവിറ്റി സ്മോൾ ജിയുടെ വില പറഞ്ഞു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്നാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അഥവാ ഭൂഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ വില എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് വരാം. നിർബാധ പതനം, ഫ്രീലി ഫാളിംഗ് എന്നൊരു ഭാഗത്തേക്ക് വരുന്നു. നിർബാധ പതനം. നിർബാധ പതനം എന്താണത്? അതിനെക്കുറിച്ച് ആദ്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നത് ഗലീലിയോ ഗലീലി എന്ന സയന്റിസ്റ്റ് ആണ്. ഗലീലിയോ ഗലീലി നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. പിസായിലെ ചെരിഞ്ഞ ഗോപുരത്തിന്റെ മുകളിൽ കയറി നിന്ന് രണ്ട് വ്യത്യസ്ത ഭാരമുള്ള വസ്തുക്കളെ ഒരുമിച്ച് താഴേക്ക് ഇട്ടു. എന്നിട്ട് ആള് വിളിച്ചു പറയാണ്, ആ രണ്ട് വസ്തുക്കളും ഒരുമിച്ച് തന്നെ താഴേക്ക് വീഴും. രണ്ട് വസ്തുക്കളും ഒരുമിച്ച് തന്നെയാണ് താഴെ വന്ന് പതിക്കുന്നത്. അങ്ങനെ പറഞ്ഞത് ഗലീലിയോ ഗലീലി എന്ന വ്യക്തിയാണ്. അത് തന്നെയാണ് ഈ ഫ്രീലി ഫാളിംഗ് ബോഡി അല്ലെങ്കിൽ നിർബാധ പതനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂമിയിലെ എല്ലാ വസ്തുക്കളിലേക്കും ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം തുല്യമാണെന്നാണ് നിർബാധ പതനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിർബാധ പതനം എത്ര വ്യത്യസ്ത മാസുള്ള വസ്തുക്കൾ ഒരുമിച്ച് ഒരേ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വിട്ടുകഴിഞ്ഞാൽ ആ രണ്ടും ഒരുമിച്ച് തന്നെ താഴേക്ക് എത്തും. അതാണ് നിർബാധ പതനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗലീലിയോ ഗലീലിയാണ് അത് കണ്ടെത്തിയത്. അങ്ങനെ ഒരേ ഹൈറ്റിൽ നിന്ന് രണ്ട് വ്യത്യസ്ത
പകുതിക്കടുത്ത ഭാരമുള്ള വസ്തുക്കൾ താഴേക്കിട്ടാൽ അങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ വസ്തുവിന്റെ ഭാരം എത്രയാന്ന് ചോദിച്ചാൽ ആ സമയത്ത് അതിന് ഭാരം അനുഭവപ്പെടില്ല, അതിന്റെ ഭാരം 0 മുകളിൽ നിന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ഭാരം 0. പിണ്ഡത്തിൽ മാറ്റമില്ലേ, മാസിൽ മാറ്റമില്ല. മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന കണികകളുടെ ആകെ എണ്ണമാണ് മാസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഭാരം, ആ വസ്തു താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ഭാരം ഉണ്ടാവില്ല. ഇനി മറ്റൊരു ഭാഗത്തേക്ക് വരാം. പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി. പലായന പ്രവേഗം. ഇപ്പൊ നമ്മളൊരു കല്ലെടുത്തെറിയുകയാണെങ്കിൽ ആ കല്ല് കുറച്ച് ദൂരം മേലേക്ക് പോയിട്ട് താഴേക്ക് തന്നെ വീഴും, ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പതിക്കും. എന്നാൽ നല്ല ഫോഴ്സിൽ എറിഞ്ഞാലും കുറച്ചുകൂടെ ദൂരത്തേക്ക് അപ്പുറത്ത് മാറി വീഴാന്നല്ലാതെ പുറത്തേക്ക് പോവില്ല. അതായത് നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള ആകാശഗോളങ്ങളിൽ നിന്ന് അതിൻ്റെ ആകർഷണ ബലത്തിനെ അതിജീവിച്ച് പുറത്തേക്ക് പോകാൻ, അതിൻ്റെ ആകർഷണ ബലത്തെ അതിജീവിച്ച് ഒരു വസ്തുവിന് പുറത്തേക്ക് പോകാൻ വേണ്ടി വരുന്ന പ്രവേഗമാണ് പലായന പ്രവേഗം. നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള ആകാശഗോളങ്ങളുടെ ആകർഷണ ബലത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ ആവശ്യമായി വരുന്ന പ്രവേഗമാണ് പലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി. ഇനി അത് ചോദിക്കാം, നമ്മുടെ ഭൂമിയുടെ പലായന പ്രവേഗത്തിന്റെ അളവ് എത്രയാണ്? ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു വസ്തുവിനെ ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ വേഗതയിൽ നമുക്ക് എറിയാൻ സാധിക്കുകയാണെങ്കിൽ ആ സാധനം പിന്നെ ഭൂമിയിലേക്ക് തിരിച്ചു വരില്ല, അത് ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ പലായന പ്രവേഗം, ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓർത്ത് വെക്കാലോ. ഇനിയിപ്പോ ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണെന്നറിയാമോ? ചന്ദ്രന്റെ പലായന പ്രവേഗം 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചോളൂ, അത് നമ്മുടെ വ്യാഴമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹമാണ് വ്യാഴം. ഇനി സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ പലായന പ്രവേഗം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൂര്യനിലാണ്. ഓർത്ത് വെക്കാലോ, മറന്നു പോകരുത്. പലായന പ്രവേഗം ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഉള്ളതാണ്. അതുപോലെ ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. പലായന പ്രവേഗം, ഭൂമിയുടെ പലായന പ്രവേഗം എന്ന് പറയുന്നത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിന്നും ഒരു വസ്തുവിന് പുറത്തേക്ക് തെറിച്ചു പോകാൻ വേണ്ടി വരുന്ന പ്രവേഗമാണ് പലായന പ്രവേഗം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് വരാം. ഘർഷണ ബലം, ബലത്തിന്റെ മറ്റൊരു ഭാഗമാണ് ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണ ബലം. എന്താണ് ഘർഷണം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തു ഒരു പ്രതലത്തിലൂടെ തെന്നി നീങ്ങുന്ന സമയത്ത് ആ പ്രതലങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന എതിർ ദിശയിൽ ഉണ്ടാക്കുന്ന ബലമാണ് ഘർഷണ ബലം. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മേലെ തെന്നി നീങ്ങുന്ന സമയത്ത് ആ തെന്നി നീക്കത്തിനെ എതിർത്തുകൊണ്ട് ആ പ്രതലം മറ്റേ പ്രതലത്തിൽ കൊടുക്കുന്ന എതിർ ദിശയിൽ കൊടുക്കുന്ന ബലമാണ് ഘർഷണം. ഈ ഘർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കുക, അത് ആ വസ്തുവിന്റെ ഭാരത്തിനെയും അതോടൊപ്പം ആ വസ്തു ചലിക്കുന്ന പ്രതലത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഘർഷണ ബലം കൂടണോ കുറയണോ എന്ന് തീരുമാനിക്കുന്നത് ആ വസ്തുവിന്റെ ഭാരവും ഒപ്പം ആ വസ്തു ചലിക്കുന്ന പ്രതലവുമാണ്. അപ്പൊ ഘർഷണ ബലത്തെ സ്വാധീനിക്കുന്ന 2 പ്രധാന ഘടകങ്ങളാണ്, ഒന്ന് ഭാരവും ആ വസ്തു ചലിക്കുന്ന പ്രതലവും. ഓർത്തിരിക്കാലോ. ഇപ്പൊ നമുക്കൊരു ചെറിയ വസ്തുവിനെ തള്ളി നീക്കണം. ഒരു 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ ഒരു ടേബിളിൽ വെച്ചിരിക്കുന്നു. ആ ടേബിളിൽ വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ 2 കിലോഗ്രാം ഈസി ആയിട്ട് തള്ളി നീക്കാൻ പറ്റും. എന്നാൽ അതിന് പകരം അതിന് ഭാരം കൂടിയ 50 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവാണ് ഇപ്പൊ ടേബിളിന് മേലെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തള്ളി നീക്കുമ്പോൾ കൂടുതൽ ബലം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഭാരത്തിനനുസരിച്ച് ഘർഷണത്തിന്റെ അളവും കൂടും. ഇനി മറ്റൊന്ന് പ്രതലം. ഈ പ്രതലം ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ 50 കിലോഗ്രാം ഭാരമുള്ള ആ വസ്തുവിനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടേബിളിന്റെ മേലെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കുറച്ച് ബലം കൊടുത്താൽ അത് തള്ളി നീങ്ങും. എന്നാൽ അത് പരുപരുത്ത ഒരു പ്രതലത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂടുതൽ ബലം കൊടുത്താലേ അതിനെ തള്ളി നീക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഘർഷണത്തിനെ സ്വാധീനിക്കുന്ന 2 പ്രധാന ഘടകങ്ങളാണ് ഭാരവും പ്രതലവും. ഓർത്തിരിക്കാലോ. ഇനി ഈ ഘർഷണം കൊണ്ട് നമുക്ക് പലപ്പോഴും ഉപകാരങ്ങളുമുണ്ട്, ചിലപ്പോൾ ദോഷങ്ങളും ഉണ്ടാവാറുണ്ട്. ദോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കന്റുകളെ ഉപയോഗിക്കാറുണ്ട്. ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് ലൂബ്രിക്കൻസ് അഥവാ സ്നേഹകം എന്നറിയപ്പെടുന്നത്. സ്നേഹകം അഥവാ ലൂബ്രിക്കൻസ്. സാധാരണ ഇത് ഉപയോഗിക്കാറുള്ള യന്ത്രഭാഗങ്ങളാണ്. കാരണം യന്ത്രഭാഗങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ ഘർഷണം കൂടി അതിന് തേയ്മാനം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്
യന്ത്രഭാഗങ്ങളിൽ ഗ്രീസ് ഇട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ എണ്ണ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നതോ ഒക്കെ ഘർഷണം കുറയ്ക്കാൻ സഹായിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ എണ്ണ, ഗ്രീസ് തുടങ്ങിയ സാധനങ്ങൾ ഒപ്പം ബോൾ ബെയറിംഗ് ഉപയോഗിക്കുന്നത് ഒക്കെ ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഒരു പക്ഷേ ചോദിച്ചേക്കാം, ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഖരാവസ്ഥയിലുള്ള വസ്തു ഏത്? അതാണ് ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവാണ് ഗ്രാഫൈറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഗ്രാഫൈറ്റും ഒരു സ്നേഹകമാണ്. ഗ്രീസ്, എണ്ണ തുടങ്ങിയ ഭാഗങ്ങളെല്ലാം തന്നെ സ്നേഹകമാണ്. ബോൾ ബെയറിങ്സ് സ്നേഹകമാണ്. ഇനി ഈ ഘർഷണം ഉപകാരപ്പെടുത്തുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. ഒരെണ്ണം നമ്മൾ പറയാം. ഒന്ന് തീപ്പെട്ടി. ആ തീപ്പെട്ടി കമ്പെടുത്ത് തീപ്പെട്ടിയുടെ പുറമെ ഉരച്ചു കഴിയുമ്പോൾ അത് തീ കത്തണം. അങ്ങനെ കത്താൻ സഹായിച്ചത് അവിടെ ഘർഷണ ബലം വന്നതുകൊണ്ടാണ്. തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കുന്ന സമയത്ത് ഘർഷണ ബലം ഉള്ളത് കൊണ്ടാണ് അത് കത്താൻ സഹായിച്ചത്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ പേനയൊക്കെ പിടിക്കാൻ സഹായിച്ചത് ഘർഷണം ഉള്ളത് കൊണ്ടാണ്. പേന പിടിക്കാൻ സഹായിച്ചത്, അല്ലെങ്കിൽ നടക്കാൻ സഹായിച്ചത്. നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ ചെരുപ്പിന് അതിനിടയിൽ ചെറിയ വരകളും അല്ലെങ്കിൽ ചെറിയ മുള്ളുകളും ഒക്കെ കൊടുത്തിരിക്കുന്നതിന് കാരണം അതിന് ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് കട്ടകൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്പോർട്സ് താരങ്ങൾ ഉപയോഗിക്കുന്ന അവരുടെ ഷൂവിന്റെ അടിയിൽ സ്പൈക്കുകൾ വെച്ച് കൊടുത്തിരിക്കുന്നവർക്ക് ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്, വേഗത്തിൽ ഓടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ബസ്സിന്റെ, കാറിന്റെ, വാഹനങ്ങളുടെ ഒക്കെ ടയറുകൾക്ക് ചെറിയ ചാലുകളൊക്കെ കൊടുക്കുന്നതിന് ഘർഷണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഘർഷണം എന്ന് പറയുന്നത് ചില സമയത്ത് ഉപകാരം ഉണ്ടാവും, ചില സമയത്ത് ദോഷവും ചെയ്യുന്നുണ്ടാവും. ഘർഷണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങളാണ് സ്നേഹകം അഥവാ ലൂബ്രിക്കൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി മറ്റു രണ്ട് ഭാഗങ്ങളിലേക്ക് വരാം. ഒരു അഭികേന്ദ്ര ബലവും ഒരു അപകേന്ദ്ര ബലവും. അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം ഓർത്തിരിക്കാം. അഭികേന്ദ്ര ബലം അഥവാ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നറിയപ്പെടുന്നത്, അഭികേന്ദ്രം ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ബലം, ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തുവിന് അതിന് സെന്ററിലേക്കാണ് ആകർഷണം ഉള്ളതെങ്കിൽ അതിനെ അഭികേന്ദ്ര ബലം എന്ന് വിളിക്കുന്നു. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആറ്റത്തിന്റെ നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രോണുകൾ ഓരോ ഷെല്ലിലും ഓരോ സബ് ഷെല്ലിലും ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് ബലം, ആകർഷണ ബലം ആരോടാണ്? ന്യൂക്ലിയസിനോടാണ്. അപ്പൊ ന്യൂക്ലിയസ് ആണ് ഈ ഇലക്ട്രോണുകളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സെന്ററിലേക്കാണ് അതിന്റെ ആകർഷണ ബലം വരുന്നത്, അല്ലെങ്കിൽ സെന്ററിൽ നിന്നാണ് ഈ വസ്തുവിലേക്കുള്ള ആകർഷണ ബലം വരുന്നത്. അങ്ങനെയുള്ള ബലങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് അഭികേന്ദ്ര ബലം അഥവാ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നറിയപ്പെടുന്നത്. എന്നാൽ മറ്റൊരെണ്ണം അപകേന്ദ്ര ബലം അഥവാ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നറിയപ്പെടുന്നു. ഇതും സർക്കുലർ പാത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ അതിലെ ബലം പുറത്തേക്കാണ് പോകുന്നത്, സെൻട്രലിലേക്കല്ല, പുറത്തേക്കാണ് ആ ബലം പോകുന്നത്. അത്തരം ബലത്തിനെയാണ് അപകേന്ദ്ര ബലം എന്ന് വിളിക്കുന്നത്. അപകേന്ദ്ര ബലം. ഇതിന് ഉദാഹരണം ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ സയൻസ് ലാബിൽ ചെല്ലുന്ന സമയത്ത് അവിടെ സെൻട്രിഫ്യൂജ് എന്നൊരു ഉപകരണം വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെളിവെള്ളം എടുക്കുന്നു. ചെളിവെള്ളം അത് ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് സെൻട്രിഫ്യൂജ് എന്ന ഉപകരണത്തിൽ വെക്കുന്നു. എന്നിട്ട് ആ സെൻട്രിഫ്യൂജിനെ കറക്കുമ്പോൾ ഈ ടെസ്റ്റ് ട്യൂബും ഇങ്ങനെ കറങ്ങുന്നു. അങ്ങനെ കറങ്ങി 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 കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ നിർത്തി നോക്കി കഴിഞ്ഞാൽ, എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിലെ പൊടിപടലങ്ങളൊക്കെ നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ അടിയിൽ വന്ന് അടിഞ്ഞിട്ടുണ്ടാവും. അത് അടിഞ്ഞിരിക്കുന്നു, ബാക്കി വെള്ളം മുകളിലായിട്ടിരിക്കും. ഇങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതിന് കാരണം എന്താ? ഫോഴ്സ് പുറത്തേക്ക് പോകുന്നു. ഫോഴ്സ് പുറത്തേക്ക് പോകുമ്പോൾ അതിലെ കട്ടി കൂടിയ അല്ലെങ്കിൽ ഭാരം കൂടിയ പൊടിപടലങ്ങൾ പുറത്തേക്ക് തെറിച്ചു പോകാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇതെല്ലാം കൂടി വന്ന് അതിൽ അടിഞ്ഞുകൂടിയത്. അപ്പൊ സെൻട്രിഫ്യൂജ് അപകേന്ദ്ര ബലത്തിന് ഉദാഹരണം നൽകുന്ന ഒരു ഉപകരണമാണ്. സെൻട്രിഫ്യൂജ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന് ഉദാഹരണമാണ് സെൻട്രിഫ്യൂജ്. അഭികേന്ദ്ര ബലത്തിന് ഉദാഹരണം നമുക്ക് പറയാം. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അഭികേന്ദ്ര ബലത്തിന് ഉദാഹരണം പറയാവുന്നതാണ്. ഇനി മറ്റൊരു ഭാഗം, ഒരു സെക്ഷൻ തന്നെയാണ്, അത് ദ്രാവകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദ്രാവക ബലങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് പ്രതല ബലം. പ്രതല ബലം, സർഫസ് ടെൻഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പ്രതല ബലം. എന്താണ് ഈ പ്രതല ബലം? അതായത് നമ്മളിപ്പോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെക്കുന്നു. ആ വെള്ളത്തിന്റെ സർഫസ് ഇതിങ്ങനെ ഇരിക്കുന്നതാണ്. വെള്ളം ഇരിക്കുന്നു. ആ വെള്ളത്തിൽ തന്മാത്രകളുണ്ട്. ആ തന്മാത്രകൾ പരസ്പരം ആകർഷിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ വസ്തുക്കളും, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ആകർഷിക്കുന്നുണ്ട്. ഇതിൽ ആകർഷണ ബലം നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇതിലൊരു തന്മാത്ര ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. ആ തന്മാത്രകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകർഷണ ബലമുണ്ട്. എന്നാൽ ഈ സർഫസിലിരിക്കുന്ന ഒരു തന്മാത്രയ്ക്ക് ഇതിന് താഴേക്കുള്ള തന്മാത്രകളുമായിട്ട് മാത്രമേ ബന്ധമുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആകർഷണ ബലമുള്ളൂ. മുകളിൽ അതൊരു പാട പോലെ, ചെറിയൊരു ഷീറ്റ് പോലെ അങ്ങനെ നിൽക്കുകയാണ് ചെയ്യാം. അങ്ങനെ ഷീറ്റ് പോലെ നിൽക്കാൻ കാരണം അവരെ ആകർഷണ ബലം ടൈറ്റായിട്ട് നിൽക്കുന്നു. മറ്റു പുറമേയുള്ള ആറ്റങ്ങളുമായിട്ട് ബോണ്ടിങ് നടക്കുന്നില്ല. ഈ തന്മാത്രകൾ വെള്ളത്തിലെ തന്മാത്രകളുമായിട്ട് മാത്രമാണ് ബോണ്ട് നടത്തുന്നത്. അപ്പൊ ഏറ്റവും സർഫസിലുള്ള തന്മാത്രകൾ മറ്റു തന്മാത്രകളുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ അവര് ഒരു പാട പോലെ നിൽക്കും. അങ്ങനെ പാട പോലെ നിൽക്കുന്ന, അല്ലെ ആ പാട പോലെ നിൽക്കാൻ സഹായിക്കുന്ന ബലമാണ് പ്രതല ബലം. സർഫസിലുള്ള ടെൻഷൻ, സർഫസിലുള്ള ബലം
ബലമാണ് സർഫസ് ടെൻഷൻ അഥവാ പ്രതല ബലം എന്നറിയപ്പെടുന്നത്. ഈ പ്രതല ബലത്തിന് കുറെ ആപ്ലിക്കേഷൻസ് നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ജലത്തുള്ളികൾ സാധാരണ നമ്മളൊരു ടാപ്പ് തുറന്ന് ഓരോ ഡ്രോപ്ലെറ്റ് ആയിട്ട് വെള്ളം വീഴാൻ അനുവദിച്ചാൽ ആ ഡ്രോപ്ലെറ്റ് വന്ന് വീഴുന്നത് ഓരോ ഗോളങ്ങളായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഗോളങ്ങളായിട്ട് തന്നെ വരും, അല്ലാതെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ജലത്തുള്ളികളായിട്ടല്ല വരിക, ഗോളങ്ങളായിട്ട് തന്നെ ആയിരിക്കും ഈ ജലത്തുള്ളികൾ വരുന്നത്. അതിന് കാരണം സർഫസ് ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. സർഫസ് ടെൻഷൻ അഥവാ പ്രതല ബലം. അതുപോലെ ഈ വെള്ളത്തിന്റെ മേലെയൊക്കെ നമ്മുടെ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഷഡ്പദങ്ങൾ വന്ന് നിൽക്കുന്നുണ്ടാവില്ല, അത് അതിന്റെ മേലെ കൂടെ, വെള്ളത്തിന്റെ മേലെ കൂടെ ഈസി ആയിട്ട് അവർ നടന്നു പോകുന്നുണ്ട്. ഈ നടന്നു പോകാൻ കാരണം ഈ പ്രതല ബലം ഉള്ളത് കൊണ്ടാണ്. അതുപോലെ പറയാൻ പറ്റുന്ന മറ്റൊന്നാണ് സോപ്പ് ലായനി പ്രതല ബലം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇനി മറ്റൊരു ദ്രാവക ബലമാണ് ശ്യാനബലം അഥവാ വിസ്കോസിറ്റി. ഇത് ശരിക്കും ഒരു ഘർഷണവുമായി ബന്ധപ്പെട്ട വാക്കാണ്. ശ്യാനബലം ഓർത്തിരിക്കുക. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും എളുപ്പത്തിൽ. ഒരു തുള്ളി ജലം എടുത്ത് നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ ടേബിളിന്റെ മേലെയോ വെക്കുക. എന്നിട്ട് ആ ടേബിൾ ഒന്ന് ചെരിക്കുന്ന സമയത്ത് വെള്ളം ഒഴുകിപ്പോവും. താഴേക്ക് ചെരിവിനനുസരിച്ച് വെള്ളം ഒഴുകുമല്ലോ. ഇനി ആ വെള്ളം മാറ്റി അവിടെ ഒരു തുള്ളി തേൻ ഒഴിക്കുക. എത്രയാണോ നേരത്തെ വെള്ളം എടുത്തത് അത്രയും അളവിൽ തന്നെ തേൻ എടുക്കുക. തേൻ എടുത്തിട്ട് വീണ്ടും ടേബിൾ ചെരിക്കുക. ഏതാണ് ഏറ്റവും എളുപ്പത്തിൽ ഒഴുകിപ്പോയത്? വെള്ളമല്ലേ. അപ്പൊ വെള്ളത്തിന് വിസ്കോസിറ്റി കുറവാണെന്ന് പറയാം. അപ്പൊ വിസ്കോസിറ്റി വെള്ളത്തിനെ അപേക്ഷിച്ച് ആർക്കാ കൂടുതൽ? തേനിന്. അതുപോലെ മറ്റൊരെണ്ണം ഗ്ലിസറിൻ. ഇതൊക്കെ വിസ്കോസിറ്റി കൂടുതലുള്ള അല്ലെങ്കിൽ ശ്യാനബലം കൂടുതലുള്ളതാണ്. അപ്പൊ ദ്രാവകങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു ഘർഷണ ബലമാണ് ശ്യാനബലം. ശ്യാനബലം അഥവാ വിസ്കോസിറ്റി എന്നറിയപ്പെടുന്നത്. ഇപ്പോ വിസ്കോസിറ്റിക്ക് ഒരു ഉദാഹരണത്തിന് നമുക്ക് എണ്ണയും പറയാം. വിസ്കോസിറ്റി കൂടുതലുള്ള ഒരു സാധനമാണ് എണ്ണയും. ഇതൊക്കെ ഒന്ന് ചൂടാക്കിയാൽ, ഈ തേനായിക്കോട്ടെ, ഗ്ലിസറിൻ ആയിക്കോട്ടെ, എണ്ണ ആയിക്കോട്ടെ, അതിനെയൊക്കെ ഒന്ന് ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക? അതിന്റെ വിസ്കോസിറ്റി അല്ലെങ്കിൽ ശ്യാനബലം കുറയും. അപ്പൊ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ചൂട്, ടെമ്പറേച്ചർ. ചൂട് കൂടിയാൽ അതിന്റെ വിസ്കോസിറ്റി കുറയുന്നു. ക്ലിയർ അല്ലേ? വിസ്കോസിറ്റി ഓർത്ത് വെക്കാം. ഇനി മറ്റൊന്നാണ് കേശികത്വം. ദ്രാവകവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്കാണ് കേശികത്വം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ക്യാപ്പിലറി ഫോഴ്സ്, ക്യാപ്പിലാരിറ്റി എന്ന് വിളിക്കാറുണ്ട്. ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ ക്യാപ്പിലറി ഫോഴ്സ് എന്നറിയപ്പെടുന്ന കേശികത്വം എന്നറിയപ്പെടുന്നു. എന്താണ് ക്യാപ്പിലാരിറ്റി? ചെറിയ ട്യൂബുകൾ വഴി ജലം അല്ലെങ്കിൽ ദ്രാവകം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന പ്രവർത്തനമാണ് കേശികത്വം. ചെറിയ ട്യൂബുകൾ വഴി വെള്ളം മുകളിലേക്ക് ഉയർന്നു വരുന്ന പ്രതിഭാസമാണ് കേശികത്വം എന്നറിയപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് നിലവിളക്ക് കത്തുമ്പോൾ അതിൽ തിരിയിലൂടെ എണ്ണ ആ വിളക്ക് കത്തുന്ന ഭാഗത്തേക്ക് എത്തുന്നത്. വിളക്ക് തിരിയിലൂടെ എണ്ണ എത്തുന്നത് കേശികത്വത്തിലൂടെയാണ് വരുന്നത്. കേശികത്വം. ഇനി മറ്റൊരു ദ്രാവക ബലമാണ് പ്ലവക്ഷമ ബലം. ഈ പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ആർക്കിമിഡീസ്. ചെറിയ ക്ലാസ്സിലൊക്കെ കേട്ട ഒരു കഥയുണ്ടല്ലോ. ഒരു രാജാവ് അദ്ദേഹത്തിന്റെ കിരീടം നിർമ്മിക്കാൻ അദ്ദേഹം കുറെ സ്വർണം കൊടുക്കുന്നു. ആർക്ക്? ആ കിരീടം ഉണ്ടാക്കുന്ന ആൾക്ക് കൊടുക്കുന്നു. കിരീടം ഉണ്ടാക്കുന്ന സമയത്ത് അതിലേതെങ്കിലും അപദ്രവ്യം ചേർക്കാറുണ്ടോ, എന്നിട്ട് അതിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റാറുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി, കിരീടം ഉണ്ടാക്കിയതിനു ശേഷം അതറിയാൻ വേണ്ടിയിട്ട് ആരോട്? നമ്മുടെ ആർക്കിമിഡീസിനോട് പറയുന്നു. ആർക്കിമിഡീസിന് അതിന് ഉത്തരം കിട്ടുന്നില്ല. അദ്ദേഹം അങ്ങനെ അലഞ്ഞു നടന്ന് അവസാനം വീട്ടിൽ കുളിക്കാൻ വേണ്ടി ബാത്ത് ടബില് വെള്ളം നിറച്ചിട്ട് അതിൽ കയറി കിടന്നപ്പോ അതില് വെള്ളം കുറെ ഒഴുകിപ്പോയി. അദ്ദേഹം കയറി കിടന്നപ്പോ ആ ബാത്ത് ടബിൽ നിന്ന് കുറെ വെള്ളം ഒഴുകിപ്പോയി. ആ സമയത്താണ് അദ്ദേഹം യുറേക്ക എന്ന് പറഞ്ഞിട്ട് ടൗണിലൂടെ ഇറങ്ങി ഓടിയത്. ആ ഒരു കഥ ഓർമ്മയുണ്ടല്ലോ. ആ കഥയുമായി ബന്ധമുണ്ട് പ്ലവക്ഷമ ബലത്തിന്. എന്താണ് പ്ലവക്ഷമ ബലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന ഒരു വസ്തുവിനെ ആ വെള്ളം മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കാറുണ്ട്. വെള്ളത്തിൽ താഴ്ന്നിരിക്കുന്ന വസ്തുവിന് മുകളിലേക്ക് ആ വെള്ളം കൊടുക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. വെള്ളത്തിൽ താഴ്ന്നിരിക്കുന്നതോ അല്ലെങ്കിൽ അതിൽ ഭാഗികമായി മുങ്ങിയതോ ആയ ഏതൊരു വസ്തുവിന്റെ മേലെയും ആ വെള്ളം മുകളിലേക്ക് ഒരു അപ്വാർഡ് ത്രസ്റ്റ് കൊടുക്കാറുണ്ട്. ആ ത്രസ്റ്റിന് വിളിക്കുന്ന പേരാണ് പ്ലവക്ഷമ ബലം. അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത തത്വമാണ് പ്ലവന തത്വം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ് ആണ്. ഒരു വസ്തു വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു വെള്ളത്തിലേക്ക് എത്തിയാൽ ആ വസ്തുവിന്റെ ഭാരത്തിന് തുല്യമായ ജലം ആദേശം ചെയ്യപ്പെടും എന്നാണ് പ്ലവന തത്വം പഠിപ്പിക്കുന്നത്. പ്ലവന തത്വം എന്താ പറയുന്നത്? ഒരു വസ്തു വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൽ താഴ്ത്തി വെച്ചാൽ ആ വസ്തുവിന്റെ ഭാരത്തിന് തുല്യമായ ജലം
ആദേശം ചെയ്യപ്പെടും അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റപ്പെടും. അതിനെയാണ് പ്ലവന തത്വം എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്ലവന തത്വം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ് ആണ്. ആർക്കിമിഡീസ്. അപ്പൊ ഇത്രയുമാണ് ബലം എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടി വരുന്ന പോയിന്റുകൾ. ഓരോ പോയിന്റും മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കുക. ഓരോന്നും മനസ്സിൽ തന്നെ ഇരിക്കണം. എപ്പോൾ ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വെക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ നിറയ്ക്കുക. താങ്ക് യു.